ബ്രസീലുകാരോടാണ്. 6ാം കിരീടം തേടി ഇറങ്ങുകയാണ് നിങ്ങളല്ലേ. പക്ഷേ ആ 6 പൂളുകൾക്കിടയിലും ബ്രസീലിയൻ ഡ്രസ്സിംഗ് റൂമിൽ കനത്തൊരു നിശബ്ദതയുണ്ട്. കാരണം ഒന്ന് മാത്രമാണ്. അമേരിക്കയിൽ ആദ്യ എതിരാളികൾ ആഫ്രിക്കൻ കരുത്തിന്റെ പ്രതീകമായ മൊറോക്കോയാണ്. വേൾഡ് കപ്പിന്റെ തുടക്കത്തിൽ തന്നെ ബ്രസീലിന് ലഭിക്കാവുന്ന ഏറ്റവും കഠിനമായ പരീക്ഷണം. കാനറിപ്പടയുടെ ലോകകപ്പ് മോഹങ്ങളുടെ ആയുസ് എത്രത്തോളമുണ്ടെന്ന് നടക്കാൻ പോകുന്ന 90 മിനിറ്റുകൾ. അവസാനം കളിച്ച 37 മത്സരങ്ങളിൽ തോൽവി എന്താണെന്ന് മൊറോക്കോ അറിഞ്ഞിട്ടില്ല. ഹക്കിമി ഡയസ് തുടങ്ങിയ ബിഗ് നെയിമുകൾ ഉണ്ടെങ്കിൽ പോലും മൊറോക്കോയുടെ വരവിൽ മൂർച്ചയുള്ള ഇനങ്ങൾ ഇത്തവണയും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ ഖത്തറിലെ രാത്രികൾ അതിന് സാക്ഷിയാണ്. മൊറോക്കോ വെറുമൊരു ടീമല്ല, തകർക്കാൻ പ്രയാസമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് അവെഞ്ചേഴ്സ് ആണ്. കൂടെ ശക്തമായ ഡിഫൻസ് സിസ്റ്റവും മധ്യനിരയിലും മുന്നേറ്റത്തിനുമായി പുതിയ പരിശീലകൻ ഗുഹാവി കണ്ടെത്തിയ യുവനിരയുമാണ് മൊറോക്കോയെ അട്ടിമറി സൃഷ്ടിക്കാനുള്ള ടീമായി മാറ്റിയെടുക്കുന്നത്. എന്നാൽ ബ്രസീലിന്റെ മുന്നേറ്റത്തിന് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ പോകുന്നത് മറ്റൊരു പേരാണ്. അതെ, യാസിൻ ബോണോ. മൊറോക്കോയെ തന്ത്രപരമായി തീർക്കാൻ ശ്രമിച്ചാൽ പോലും അതൊരു കടമ്പ തന്നെയാണ്. തുടക്കത്തിലെ ഒരു ഗോൾ വഴങ്ങിയാണ് തുടങ്ങുന്നതെങ്കിൽ ഖത്തറിൽ പോർച്ചുഗൽ തീർന്ന വിധി തന്നെയായിരിക്കും ബ്രസീലിനെയും കാത്തിരിക്കുന്നത് എന്ന് സാരം. അതുകൊണ്ട് തന്നെയാണ് മൊറോക്കോ ബ്രസീൽ മത്സരം ബ്രസീലിയൻ ക്യാമ്പിലും ആരാധകർക്കിടയിലും വലിയ മാനസിക സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ഇത്തവണ ബ്രസീൽ എപ്പോഴും നിറമങ്ങിപ്പോയ പഴയ കൂട്ടരല്ല. ആൻസെലോട്ടിയുടെ കീഴിലെ ബ്രസീൽ അവരുടെ കയ്യിൽ മാന്ത്രികതയുണ്ട്. വേഗതയും ക്ലിനിക്കൽ ഫിനിഷിങ്ങും മധ്യനിരയിലെ പക്വതയുമുണ്ട്. പക്ഷേ ഈ മത്സരത്തിൽ ജയിക്കാൻ കേവലം കളിമിടുക്ക് മാത്രം പോരാ എന്നാണ് വെപ്പ്. അതിശക്തമായ മാനസിക കരുത്തുകൂടി വേണമെന്ന് സാരം. മൊറോക്കോയുടെ കടുത്ത പ്രത്യാക്രമണങ്ങളെ അതിജീവിച്ചുകൊണ്ട് അവരുടെ പ്രതിരോധ പൂട്ടുകൾ പൊളിക്കാൻ ബ്രസീലിന് സാധിക്കുമോ എന്നാണ് ഇപ്പോഴും ആരാധകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നെഞ്ചിരിപ്പോടെ തന്നെയാണ് ബ്രസീൽ ആരാധകരും ഈ ഒരു മത്സരത്തെ നോക്കിക്കാണുന്നതെന്ന് സാരം.